ബി.ജെ.പിയുടെ ഇതിൽ കോർ വോട്ട് ആദ്യം വരുന്നത് നായർ സമൂഹത്തിൽ നിന്നാണ്. ആ നായർ സമൂഹത്തിന്റെ വോട്ടുകളോടൊപ്പം RSS പിന്നോക്ക വിഭാഗങ്ങളിലടക്കം വർഷങ്ങൾ കൊണ്ട് വർക്ക് ചെയ്തെടുത്ത വോട്ടുകളാണ് ബി.ജെ.പിയുടെ കോർ വോട്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ കൂടെ ക്രിസ്ത്യൻ വോട്ടുകളും കൂടെ കൂടിച്ചേർത്താണ് ബി.ജെ.പി ഇപ്പം നടത്തുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ പരീക്ഷണം പ്രധാനമായിട്ടാകുന്നത്. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തി ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞ ഒരു നായർ നസ്രാണി ഐക്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ് എന്നൊക്കെ അങ്ങനത്തെ നറേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ റീസൺ അതാണ്. ഇതാണ് കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫിക് റിയാലിറ്റി. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാനേജ്മെന്റ് സ്റ്റൈൽ നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖർജി ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ വശത്ത്. തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തന്നെ ശശി തരൂർ സാറിന് നല്ല വേർക്കേണ്ടി വന്നു വിജയിക്കാൻ. കാര്യം കോസ്റ്റലിലെ ലത്തീൻ കത്തോലിക്ക വോട്ട് കൂടെ കിട്ടിയത് കൊണ്ടാണ് ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത്. സിറ്റിയിലെ നായർ വോട്ടുകളും കിട്ടി, അതോടൊപ്പം ലത്തീൻ കത്തോലിക്ക വോട്ടും കൂടെ കിട്ടി. ഇതൊക്കെ നിഷ്പക്ഷം ശ്രീ നിഷാദിനെ പോലുള്ള കുറച്ച് ലിബറലും ഞങ്ങളെ പോലെ കൺസർവേറ്റീവ് അല്ല ചിന്തിക്കുന്നവരും ജാതി മതങ്ങൾക്ക് അതീതമായി വോട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർക്കുന്ന ഒരു റെയിൻബോ കോalitionാണ് ലോകത്തിലെ എല്ലാ പൊളിറ്റിക്സും. കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BDJS അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഈഴവ സ്വത്വമാണ് ഉള്ളത്. അതിലിപ്പം കാളിദാസൻ ചേട്ടനടക്കം യോഗക്ഷേമ സഭയുടെ അപ്പം പ്രസിഡന്റ് ആയിരിക്കുന്ന പുള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായ ഒരു ഈഴവ പിന്നോക്ക സ്വത്വമാണ് അവർക്ക്. BJP അല്ലെങ്കിൽ അവരുടെ പ്രധാന ഓപ്ഷൻ CPM ആണ്. കാര്യം ഓൾറെഡി CPMന്റെ വലിയൊരു വിഭാഗം ഈഴവ തീയ കമ്മ്യൂണിറ്റീസിലൊക്കെ പെട്ടതാണ്. അപ്പം BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ പറ്റുന്നില്ല. ശ്രീ നന്ദകുമാർജി RSSന്റെ വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ RSS ഏറ്റവും ശക്തം കേരളത്തിലാണ്. ഒരു പക്ഷേ ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ശാഖകളെ പോലെയോ അതിനേക്കാൾ കൂടുതലോ കേരളത്തിലാണുള്ളത്. അപ്പൊ RSS ഇത്ര സംഘടനാപരമായി ശക്തമായ ഒരു സ്ഥലമായിരുന്നിട്ടും കേരളത്തിൽ BJPക്ക് വളരാൻ കഴിയാത്തതിന്റെ കാരണം ഒന്ന് ലെഫ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട്, പിന്നെ NSSഉം SNDPയും ഈ ഹിന്ദുത്വ മൂടൽ തങ്ങളിലേക്ക് വരരുത് എന്ന് തീരുമാനിക്കുന്നത് സെക്കുലർ എന്നോ പ്ലൂറലിസ്റ്റിക് മൈൻഡുള്ള ബഹുസ്വരവാദികളായ ഒരുപാട് ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് വളരാനുള്ള സ്പേസ് ഇല്ലാതാക്കുന്നത്. എല്ലാ സ്ഥലത്തും ഡെമോക്രസിയുടെ വലിയൊരു ഭാഗമാണ്. അതില്ലെന്നൊന്നും നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പം കേരളത്തിൽ ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ BJPക്ക് വളരണമെങ്കിൽ ഏക സ്കോപ്പ് എന്താണ്? പണ്ട് ലീഡർ കരുണാകരൻ സാർ ചെയ്തതുപോലെ ഇടത് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമുദായങ്ങളുടെ ഒത്തുചേരൽ. അന്നത്തെ NDP നായന്മാരുടെ പാർട്ടി, SRP ഈഴവ പാർട്ടി, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ പാർട്ടി, മുസ്ലിം പാർട്ടി, ഈ ഡെമോഗ്രഫി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എഞ്ചിനീയറിംഗ് എങ്ങനെ നടത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ആയിരിക്കെ തന്നെ ഞാൻ ആദ്യത്തെ ഒരു ഘടകമായി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച വിഷയം, അതായത് ഒരു വിശ്വാസ്യത ഉള്ള നേതൃത്വം അതുണ്ടാവുക പ്രധാനമാണ്. ആർക്കും ട്രസ്റ്റ് ചെയ്യാൻ. ആ ട്രസ്റ്റിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ടു. ആ ട്രസ്റ്റ് ഞാൻ താങ്കളിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ അത് സ്ഥാപിക്കാൻ, ആ ട്രസ്റ്റ് കൊടുക്കാൻ, ആ വിശ്വാസം ആർജിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ രാജീവിന് പറ്റിയിട്ടുണ്ടോ ചോദിക്കാൻ?